റോഷിപാൽ 24 മണിക്കൂർ സാധാരണ എടുക്കാറുണ്ട്, അത്ര പോലും എടുത്തില്ല. പുറത്തു വന്ന വാർത്തകൾ നിഷേധിക്കുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എന്തായാലും വകുപ്പ് വിഭജനം എങ്ങനെയാണ് പൂർത്തിയാക്കിയത്? എപ്പോഴത്തേക്ക് വിജ്ഞാപനം വരും? മാധു, മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ച വിജ്ഞാപനം ഏറെ വൈകാതെ പുറത്തുവരും. കാരണം വകുപ്പ് സംബന്ധിച്ച പട്ടിക ലോക്ഭവനിൽ മുഖ്യമന്ത്രി കൈമാറിയിട്ടുണ്ട്. ഇനി അത് പ്രഖ്യാപിച്ചാൽ മതി. ഫിഷറീസ് വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തമ്മിൽ കൈമാറുന്നതിലായിരുന്നു തർക്കമുണ്ടായിരുന്നത്. പിന്നീട് മന്ത്രിമാർ, കോൺഗ്രസിലെ മന്ത്രിമാർ പോലും അവർക്ക് ലഭിച്ച വകുപ്പുകളിൽ മാറ്റം ആവശ്യപ്പെട്ടു. അതാണ് അവസാനഘട്ടം അന്തിമ പട്ടിക തയ്യാറാക്കുമ്പോഴത്തേക്കും KPCC അധ്യക്ഷനായിരുന്ന സണ്ണി ജോസഫിന്റെ റവന്യൂ വകുപ്പ് AP അനിൽകുമാറിനും വൈദ്യുതി വകുപ്പ് സണ്ണി ജോസഫിന്റെയും കൈകളിലെത്തിയത്. കൂടാതെ പാർലമെന്ററി കാര്യവും എത്തി. തൊഴിൽ വകുപ്പ് OJ ജനീഷ് കുമാറിൽ നിന്നും എടുത്ത ബിന്ദു കൃഷ്ണയ്ക്ക് കൈമാറി. OJ ജനീഷ് കുമാർ യുവജന കാര്യം മാത്രമായി. അങ്ങനെ ചില വകുപ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാറ്റമുണ്ടായി. അതേസമയം തന്നെ ഈ ഫിഷറീസ് വകുപ്പും ഗ്രാമ വികസന വകുപ്പും കൈമാറിയതിൽ കോൺഗ്രസിനകത്ത് കടുത്ത അതൃപ്തി ഉയർന്നിട്ടുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ അത് കോൺഗ്രസ് കൈവിട്ടു എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ഏറെക്കാലമായി കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്ന 2 വകുപ്പുകളാണ്. ഒന്ന് ഫിഷറീസും, രണ്ടാമത്തേത് ഈ ഗ്രാമവികസനവും. അതുവഴി ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും, ജനകീയമായി ഇടപെടലുകൾ നടത്താൻ കഴിയുമെന്നൊക്കെയാണ് പരാതിയായി കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത്. ഏതായാലും തീരുമാനമായി. ഇനി വിജ്ഞാപനം ഏറെ വൈകാതെ പുറപ്പെടുവിക്കും. റോഷിപാൽ വിവരങ്ങൾ നൽകിയത്.